തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഷാജി പാസ്റ്റോടും കുടുംബത്തോടും സ്ഥാനദാസിനോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ചിലരെയൊക്കെ ഞങ്ങൾക്ക് അറിയാം, ചിലരെ നല്ല പരിചയമില്ല. എന്നാൽ നാം എല്ലാവരും ഇന്ന് കർത്താവിൽ അവൻ്റെ ആ സ്നേഹത്തിൽ ആമേൻ സ്തോത്രം നാം ഒന്നായിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം നേരത്തെ പരിചയമില്ലെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുത്ത രക്തത്താൽ നാം കഴികൾ പ്രാപിച്ചതുകൊണ്ട് ആമേൻ സ്തോത്രം ഇന്ന് പകൽ സമയം ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ മോള് പറഞ്ഞല്ലോ സാക്ഷ്യം, ഞാൻ യാക്കോബായ ഫാമിലിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഒരാൾ വന്ന് സുവിശേഷം വന്ന് പറഞ്ഞല്ല, I never heard the gospel and no pastor came to my home. I didn't hear the gospel because I have a Bible at my home. No beginning and no end. ഉൽപ്പത്തിയും വെളിപ്പാടും ഇല്ലാത്തൊരു വേദപുസ്തകമായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ വേദപുസ്തകം. കാരണം we are from Catholic background, we are from Jacobite. So we will go to the church not all every Sunday, sometimes, and we will go to Mother Mary, we will go to Parimala Tirumeni. We have a lot of saints. So we'll go and worship them and give the candle and give the money. That was our spiritual life. So I don't know nothing about the word of God, nothing about Jesus. I know Jesus Christ, but I didn't know that he is my redeemer, he is my savior. എനിക്ക് യേശുവിന്റെ രക്ഷകനാണെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. എനിക്ക് യേശുവിനെ അറിയാം. അവൻ ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, നമ്മുടെ ദൈവമായ യേശു. അവൻ യേശുവിന്റെ അടുക്കലോട്ട് പോകണമെങ്കിൽ we need to go through saints. We cannot go through direct Jesus Christ. അതായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചു വരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥന്മാരെ ഇടയ്ക്ക് നിർത്തിയിരിക്കുന്നത്. കാരണം യേശുവിന്റെ അമ്മയുടെ അടുത്ത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് ആദ്യം പോന്നേ? അമ്മയുടെ അടുത്ത് ആദ്യം പോന്നേ. സോ യു ഹാവ് ടു ഗോ ടു മദർ മേരി ഫസ്റ്റ്, ദെൻ ഗോ ടു ജീസസ്. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചു വെച്ചിരുന്നത്. സോ ഐ ഡോണ്ട് നോ അബൌട്ട് ദ ബൈബിൾ. 93 മോള് പറഞ്ഞല്ലോ, ആ മോടെ രോഗത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുപാട് കിട്ടുന്ന പണമെല്ലാം മൈ ഹസ്ബൻഡ് വാസ് ഡൂയിങ് ബിസിനസ്. ഞാൻ അവിടെ ലാബ് ടെക്നീഷ്യനായിട്ട് ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കിട്ടുന്ന പണമെല്ലാം ഹോസ്പിറ്റലിൽ ചിലവാക്കുക. ഞങ്ങൾ അന്ന് ബോംബെയിൽ നടന്ന ഏറ്റവും നെഫ്രോളജി വാർഡ് എന്ന് പറയുന്ന വാടിയ ഹോസ്പിറ്റലായിരുന്നു. ഏകദേശം 1 മാസം 2 മാസമൊക്കെ ഈ കുഞ്ഞിനെ കൊണ്ട് ഞാനവിടെ പോയി സമയം സ്പെൻഡ് ചെയ്യും. എന്നാൽ ഒരു ക്യൂറും ഇല്ലാതെ നിരാശയായിട്ടാണ് ഭവനത്തിലോട്ട് കടന്നു വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചു, എനിക്ക് യാതൊരു വചനം എനിക്കില്ല, എനിക്ക് കർത്താവിൽ ആശ്രയിക്കാൻ ഒരു ഹോപ്പില്ല. ഞാൻ ഏതിൽ ആശ്രയിക്കേണ്ടതാണ്? എനിക്ക് മുൻപിലുള്ളതെല്ലാം എന്തുവാ? ബ്ലാങ്ക് ആയിരുന്നു. എല്ലാം ഭാരവും പ്രയാസവും ഡിപ്രഷനും വേദനയും. ആരോട് എൻ്റെ വിഷയം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ആരുമില്ല. അവൻ പ്രാർത്ഥിക്കാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയപ്പോൾ ജീവിതം കൊണ്ട് എന്തുവാണ് പ്രയോജനം? വാട്ട് ഈസ് ദ because I am going through a real critical situation, so I don't want to live in this world, better to die. അതായത് എൻ്റെ ഉള്ളിൽ കിടന്നതായ ആ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം. ഈ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവൻ ജീവിതം കൊണ്ട് എന്തുവാ പ്രയോജനം? കുറെ പണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, പക്ഷെ ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ്. അവൻ റോമാലേഖനത്തിൽ വായിക്കുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. We have a peace with God. യേശു ക്രിസ്തുവിലോട്ട് കടന്നു വന്നപ്പോൾ എനിക്ക് ആദ്യം ലഭിച്ചതെന്ന് അറിയാമോ? സമാധാനം. എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ഭാരങ്ങൾ മുഴുവനും അവൻ അലിഞ്ഞു പോയതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാനത് അനുഭവിക്കുവാനിടയായി. അവൻ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ കുറെ പണമല്ല എനിക്ക് കിട്ടിയത്, രോഗസൗഖ്യമല്ല എനിക്ക് കിട്ടിയത്. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ അനുഭവിക്കാത്ത വലിയ സമാധാനം എൻ്റെ കർത്താവ് എനിക്ക് തരുവാനിടയായി. 93 ആമേൻ സ്തോത്രം. മോള് പറഞ്ഞല്ലോ ആ വിഷയം. ഈ കുഞ്ഞിനെ മരിക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന്, വാടിയ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി എന്നോട് പറഞ്ഞു, വില്ലേപ്പാറയില് ബോംബെയില് ഒരു CPM ചർച്ച ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് CPM എന്തോ IPC എന്തോ ചർച്ചകൾ കൊടുത്തു ഒന്നും അറിയത്തില്ല. അപ്പൊ എൻ്റെ കൂട്ടുകാരത്തി പറഞ്ഞു, CPM ചർച്ചിൽ ഒരു മേനോൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. സോ ഹി കെയിം ഫ്രം എ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്. സോ വെൻ ഹി പ്രേഡ് people are going to heal. So she told me, my friend told me, you just go Moni, go and pray for Anu and she will be healed. ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ ചെന്നു. ഭാഷയോട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ കൈ നിറച്ച് വളയും മാലയും എല്ലാം ഇട്ടോണ്ട് പൊട്ടുമൊക്കെ തൊട്ടോണ്ടാ പോയത്. എന്നെ കണ്ടപ്പോൾ എൻ്റെ മുഖത്തോട് നോക്കിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പാവം ചെയ്ത ദേഹി മരിക്കും. ഞാൻ ഈ കുഞ്ഞിനെ മരിക്കാൻ ഇട്ടേച്ച് മരണത്തോട് ഫേസ് ചെയ്താച്ചാണ് ഇവിടുന്ന് ഞാൻ ഓടുന്നേ അങ്ങോട്ട്. എനിക്കുണ്ടായിരുന്ന എൻ്റെ ജീവനോട് എന്തോടുത്തു പോയി. കാരണം ഞാൻ ചിന്തിച്ചിനി ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞു മരിക്കും.
പാപം ചെയ്യുന്ന ദേഹി മരിക്കുക. യശയ്യാപ്രവചനത്തിനകത്ത് ഒരു വാക്യം അത്. എനിക്ക് വേദപുസ്തകം അറിയാത്ത ഞാൻ, ഒരു വാക്യം അറിയാത്ത ഞാൻ ഈ വാക്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞ് മരിക്കുമെന്നായിരിക്കും പറഞ്ഞത്. അവിടുന്ന് ആമേൻ ദൈവദാസൻ പ്രാർത്ഥിച്ചുമില്ല, ഒന്നുമില്ല. അന്നേരം മുതൽ എനിക്ക് പെന്തിക്കോസ്തുകാരോടുള്ള ആ ഒരു ചിന്താഗതിയും അങ്ങ് പോയി. പിന്നെ അവരുമായിട്ട് കാണുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. അവരിൽ നിന്ന് ഞാൻ വളരെ ദൂരെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ ആ സ്ഥലങ്ങളിലൊക്കെ പെന്തിക്കോസ്തുകാരെന്ന് പറയുമ്പം ഇന്നുണ്ടായിരുന്ന പോലുള്ള അനുഭവങ്ങളല്ല. അന്ന് തീരെ സ്കെഡ്യൂൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന താണജാതികളിൽ നിന്നൊക്കെ വരുന്ന, തന്നെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ അവർ അംഗീകരിക്കാത്ത കുറെ സമൂഹത്തിലുള്ള ആൾക്കാരായിരുന്നു അന്നത്തെ കാലത്ത് പെന്തക്കോസ്ത് വിശ്വാസികൾ. ഇന്ന് കാലങ്ങൾ മാറിപ്പോയി. ഏറ്റവും അധികം ആമേൻ സ്തോത്രം സമ്പന്നരായിട്ടുള്ള ആൾക്കാരാ. ആമേൻ സ്തോത്രം എല്ലാ തരത്തിലും വിദ്യാഭ്യാസമായിട്ടും ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ഉന്നത നിലയുള്ള ആൾക്കാരാ പെന്തക്കോസ്തുകാരൻ നമ്മളെന്ന് പറയുമ്പോൾ അഭിമാനമാണ്. അന്ന് അങ്ങനല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആമേൻ സ്തോത്രം എൻ്റെ കൂട്ടുകാരത്തെയും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞു, മോനെ ഇങ്ങനെ പോയാൽ മതി, ദൈവം സൗഖ്യം തരും, ഈ മാതാവിൻ്റെ ഒന്നും പറയാൻ നടക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മാതാവിനെ വിട്ട് വിടാനും വയ്യ, എനിക്ക് രോഗസൗഖ്യവും വേണം, യേശുവിനെയും വേണം, എല്ലാം വേണം. അങ്ങനെ ഞാൻ അന്ന് രാത്രിയിൽ ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ നിരാശപ്പെട്ട ആഹാരം ഒന്നും ഞങ്ങൾ കഴിച്ചില്ല. രാത്രിയിൽ മരിക്കാൻ കുഞ്ഞിനെ നോക്കിയിട്ട് ഞങ്ങളവിടെ കിടക്കുക. ഞാൻ പാസ്റ്റ് എടുത്ത് പോയേച്ച് വന്നേച്ച് നിരാശപ്പെട്ട വീട്ടിൽ കയറി വരുന്നു. മലയാളം ഓക്കെ. നിരാശപ്പെട്ട് ഞാൻ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഐ ഹാവ് ലോട്ട് ഓഫ് ഐഡൽസ് ഇൻ മൈ ഹോം. മദർ മേരി, ബുദ്ധ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ബട്ട് സ്റ്റിൽ വെൻ പീപ്പിൾ ആർ കോളിംഗ് മീ ദർ ഇസ് ഹീലിംഗ്, യു കം. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ബോംബെയിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ സിരിഡിയിൽ സായിബാബയെ ആരാധിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരും സായിബാബയുടെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നെടുത്തു അവരുടെ പുറകെ പോയി. കാരണം എവിടെ രക്ഷ കിട്ടും, എവിടെ ഒരു വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ചായി ഓടി നടക്കുന്നത്. അവൻ ഈ ദൈവങ്ങളെല്ലാം ഞങ്ങളുടെ ഭിത്തിയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനപ്പോ പറഞ്ഞു, വിളിച്ചിട്ടും വിളി കാക്കാത്തൊരു ദൈവം, അവൻ കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും അനങ്ങാത്തൊരു ദൈവങ്ങള്, അവൻ ഇനി ഒരു ഒറ്റ ദൈവം എൻ്റെ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞ് സകലമായ ദൈവത്തെ ഞാൻ എന്തുകൊണ്ടെന്നറിയാമോ, എൻ്റെ ഈ കൈ കൊണ്ട്. കാരണം എനിക്ക് മാനസിക നില തെറ്റിപ്പോയ പോലെ പോയി എൻ്റെ അന്നത്തെ അവസ്ഥ. ഈ കൈ കൊണ്ട് ഞാൻ ദൈവങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കുവാനിടയായി. ഞാൻ പറഞ്ഞു, ഇനി ഒരു ദൈവം, എനിക്ക് ദൈവമില്ല എന്ന് ഞാൻ തന്നെ താൻ എന്തുകൊടുത്തു തീരുമാനിച്ചു. അന്ന് രാത്രിയിലാണ് എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നത്. ആമേൻ സ്തോത്രം. ഞാൻ രാത്രി കിടന്നുറങ്ങി. രാത്രി 2 മണിയായപ്പം ഞാൻ കേട്ട ദൈവശബ്ദം ഇന്നും എൻ്റെ ഹൃദയത്തിൽ, ആ ദൈവശബ്ദമാണ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ആമേൻ സ്തോത്രം. ഞാൻ കേട്ട ശബ്ദം രാത്രി 2:30 ആമേൻ ഞങ്ങളുടെ ഭവനത്തിൽ രാജാപ്പുറത്തെ റൂമിൽ കിടക്കുന്ന മൂത്ത മോളുമായിട്ട്, അന്ന് മൂത്ത മോക്ക് 6 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, കൊച്ചുമോള് 5 വയസ്സ്, ഈ മോക്ക് 9 മാസം, 1 വയസ്സോളം പ്രായമേ ഉള്ള സമയമാണ്. ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം, ആമേൻ സ്തോത്രം, ഞാൻ അബ്രഹാമിന്റെയും I am the Lord of Abraham, Isaac and Jacob. ഞാൻ നിന്റെ സർവശക്തനായ ദൈവമാണ്, ഞാൻ നിന്റെ ജീവനുള്ള ദൈവമായി എന്ന് പറഞ്ഞ് ഇടിമുഴക്കം പോലെ എൻ്റെ ഭവനത്തിനകത്ത് ആ ദൈവശബ്ദം ഞാൻ കേൾക്കുവാനിടയായി. ഞാൻ അതിനു മുമ്പ് ഞാൻ ദൈവശബ്ദം ഞാൻ കേട്ടിട്ടില്ല ഒരിക്കൽ പോലും. ആമേൻ. ഞാൻ പെട്ടെന്ന് രാത്രി ഉറക്കത്തിലായി ശബ്ദം ഞാൻ കേൾക്കുന്നത്. ഞാൻ ചാടി എഴുന്നേറ്റ് അപ്പുറത്തെ റൂമിനകത്ത് ഞാൻ നോക്കുമ്പോൾ കറക്റ്റ് 2:30 അടിക്കുന്നു ക്ലോക്കിൽ. ഞാൻ ഓടി അപ്പുറത്തെ റൂമിനകത്ത് ചെല്ലുമ്പോൾ രാജൻ രാജ ദേഹം നിരാശപ്പെട്ട്, കുഞ്ഞിനെ ഓർത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് രാത്രി കിടന്നുറങ്ങും, ഒന്നും ആഹാരമൊന്നും കഴിക്കാതെ. ഞാൻ രാജ എഴുന്നേറ്റ് എന്നോട് സംസാരിച്ച് ശബ്ദം, ഞാൻ ദൈവമാണല്ലോ എന്നോട് സംസാരിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞു പോയി കിടക്കാം. പുള്ളി അയച്ച് ഞാൻ മാനസികമായിട്ട് കുഞ്ഞിനെ കൊണ്ട് മരിക്കാൻ വന്ന് കിടക്കുകയല്ലേ, മനസ്സിന്റെ സമനില തെറ്റിയല്ലേ, നിരാശയിൽ എന്തെങ്കിലും കണ്ടതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ, ദൂതൻ പറഞ്ഞത് അവളെന്തൊടുത്തു ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഞാൻ കേട്ട ദൈവശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവമായി എന്നോട് സംസാരിക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വിഗ്രഹങ്ങളൊന്നുമില്ല. ആമേൻ സാർ, എന്ന് ഞാൻ ആ വിഗ്രഹത്തെ തല്ലി പൊട്ടിച്ചു അന്ന് ആമേൻ ദൈവം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ 94 കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ഞങ്ങൾ ദേശത്തെ കടന്നു വരുവാനിടയായത്. ആമേൻ സ്തോത്രം. നമുക്കറിയാം, ശൗല് കഴുതയെ തേടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കഥ അറിയാം. ആമേൻ സ്തോത്രം. തേടി വന്ന് ശമൂവേൽ പ്രവാചകന്റെ അടുത്ത് വന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ് കഴുതയെ കുറിച്ചുള്ള കാര്യമൊക്കെ ഞാൻ വിട്ടുകളാം. ആമേൻ സ്തോത്രം. ഇസ്രയേലിന്റെ ആശ നിന്നെ കുറിച്ചാണ്. ആമേൻ. നിന്നെ അഭിഷേകം ചെയ്യുവാൻ ദൈവം പ്ലാനും പദ്ധതിയും ഇട്ടിരിക്കുമ്പോൾ നീ കഴുതയെ തേടി അന്വേഷിക്കേണ്ട കാര്യമില്ല, കഴുതയെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പ്രവാചകൻ ഒരു ദൂത് ശൗലിനോട് പറഞ്ഞ പോലെ ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി ദേശത്ത് കടന്നു വന്നതാണ്. ഞങ്ങളുടെ അമ്മച്ചി ഫയൽ ചെയ്താണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഓൾ ഫാമിലി, മൈ ഫാമിലി ആൻഡ് മൈ ഹസ്ബൻഡ്സ് ഫാമിലി, they are all going to Catholic and Yakoba Marthoma family. They don't like Pentecostal people because they say
Pentecostal people, they don't want to do anything job. They are just taking the Bible and they are mocking pastors. They don't want to do any job. They are somehow they need some money, so don't follow these people. എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി എന്തുകൊണ്ടെന്ന് അറിയാമോ, ഡിസ്കറേജ് ചെയ്തു. ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനം അറിയാത്തതുകൊണ്ട് ഞങ്ങൾ എന്തെടുത്തു, വിശ്വസിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിടാതെ, ആമേൻ സ്തോത്രം, രാത്രിയുടെ യാമങ്ങളിൽ God was revealing me through revelation. ഞങ്ങളുടെ വീട്ടിൽ ഉൽപ്പത്തിയുമില്ല വെളിപ്പാടുമില്ലാത്തൊരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിനകത്തെ കാര്യങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ കാണുന്ന എന്തോ എനിക്കറിയത്തില്ല. ആകാശമെല്ലാം ഇടിഞ്ഞു താഴെ വീഴുന്നു, ഭൂമിയെല്ലാം ആമേൻ സ്തോത്രം ഇടിഞ്ഞു താഴെ വീഴുന്നു, നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം ആമേൻ ഇടിഞ്ഞു താഴെ. ഞാൻ രാത്രിയിൽ ഓടുക, പരവേശം എടുക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വെപ്രാളം പിടിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല, എന്തോ ഈ കാണുന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ 3 മാസം ഈ വെളിപ്പാട് പുസ്തകം ദൈവം എന്നെ കാണിക്കാൻ തുടങ്ങി. I was standing before Antichrist with the 666 mark. എനിക്ക് മാർക്കിനെ കുറിച്ച് അറിയത്തില്ല, അന്ത്യക്രിസ്തുവിനെ കുറിച്ചുള്ള ഒന്നും അറിയാതിരിക്കുന്ന സമയത്ത് ദൈവം ഈ വചനത്തിനകത്തൂടെ സംസാരിക്കും. ഞാൻ എന്തോ ഈ കാണുന്നത് എന്തോ. എന്നിട്ട് രാത്രിയിൽ ഞാൻ കിടന്ന് വെപ്രാളം പിടിക്കുക, രാവിലെ എഴുന്നേറ്റ് ചിന്തിക്കും ഞാൻ എന്തോ ഈ കണ്ടത് എന്തുവാ. അങ്ങനെ 3 മാസം എന്നെ എന്തോ എടുത്തു. God was revealing me through the word of God. Heaven and earth will be passed away, but God says my word will never change. This is our life. This is my life. When I heard the voice of Lord, since 93, I'm believing and I'm worshiping Lord. It never changed my mind. It is going to continue. Even though my parents, they don't want to accept me. And my in-laws, they don't want to accept us. But still, the world behind me and the cross before me. No turning back. No turning back. Amen. Children of God, this should be, amen, your testimony. No turning back. No turning back. കർത്താവ് നമുക്ക് വേണ്ടി എന്തിനാണ് ക്രൂശിൽ മരിച്ചതെന്ന് ആ ക്രൂശിന്റെ ദർശനം, ആമേൻ, ദർശനത്തിൽ ഞാൻ കാണുവാനിടയായി. ആമേൻ സ്തോത്രം. കർത്താവിന്റെ രക്തം ഭൂമിയിലേക്ക് ധാരധാരി ഒഴുകുന്നതായ ആ രംഗം ഞാൻ കാണുവാനിടയായി. എൻ്റെ ഹൃദയം അന്ന് മുതൽ തകരുവാനിടയായി. ഒരു രാത്രി എന്നെ വിളിച്ചിട്ട്, മോനീന്ന് എന്നെ ഉറക്കത്തിൽ വിളിച്ചിട്ട്, ആമേൻ, റീഡ് ജനസിസ് 6:6 എന്നോട് പറഞ്ഞു. അത്രേ ഞാൻ കേട്ടുള്ളൂ. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം എന്നോട് നിരന്തരം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എപ്പോഴും എന്തുകൊടുത്തെന്ന് എനിക്കറിയാമോ, വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് വാദിക്കുമ്പോൾ നാം അതിനെ കീഴ്പ്പെട്ടാൽ നമുക്ക് രക്ഷയാ. പരിശുദ്ധാത്മാവ് നമ്മൾ എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനോട് വാദിച്ചപ്പോൾ എന്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യുവാനിടയായി. ആമേൻ സ്തോത്രം. അങ്ങനെ ആ ദർശനം കണ്ട ഒരു ബന്ധകോസ്റ്റത്തിനകത്ത് കയറി ചെല്ലുക. അപ്പൊ എന്റെ ബ്രദറിലോ നേരത്തെ പറഞ്ഞ അവിടെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആൾക്കാരത്തിരിക്കുന്ന അവിടെ പോവരുത്, ഒരു ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ബന്ധകോസ്റ്റി പോയി ഒരു കൾട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. ഞാനവിടെ ചെന്നു, ഈ മോളെ കൊണ്ട് അവിടെ ചെന്ന് സാഗടെ ചെന്നപ്പോൾ people are praying for a nation, crying, worshiping the Lord. I never heard the song. ഞങ്ങളുടെ ചർച്ചിലൊക്കെ പാടുന്ന പാട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച പാട്ടുകൾ പാടുമെന്നല്ലാതെ റിയൽ പെന്തക്കോസ്ത് ആരാധനയുള്ള പാട്ടുകളോ അതിന്റെ മാധുര്യതയൊന്നും യാക്കോബ പാട്ടുകൾക്കൊന്നും ഇപ്പോൾ ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. എഴുതി വെച്ച കുറെ പാട്ടുകള് അതിനകത്തുണ്ട്. ഞങ്ങളെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞങ്ങളെ നിങ്ങൾ അറിയിച്ചതൊഴിച്ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേക്കും സഭയിൽ ശാപം. ഞങ്ങളെ നിങ്ങൾ എന്തോ അറിയിച്ചേ? കൊലോസി ലേഖനം, എഫേസ് ലേഖനം, റോമാലേഖനം, ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ കുറിച്ച് അറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ പാട്ട് മാത്രമേ അറിയത്തില്ല, അതിന്റെ കണ്ടന്റ് എന്തുവാന്നുള്ള ഞങ്ങൾക്ക് അറിയത്തില്ല. ആമേൻ സ്തോത്രം. ഞാൻ നോക്കിയപ്പോൾ ആൾക്കാർ പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. സൺഡേ മോർണിംഗിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ച് ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തു. വീണ്ടും ഞങ്ങൾ ആ സൺഡേ മോർണിംഗിലോട്ട് ആ ചർച്ചിൽ കടന്നു ചെല്ലുവാനിടയായപ്പം my pastor, he was, Pastor Rian Bicharia, he was teaching from the Word of God from 9 to 10 o'clock, I think 9 to 9:45 from Revelation. എന്നെ ഈ 3 മാസം കാണിച്ച ദൈവത്തിന്റെ വചനം ഈ കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുന്ന കണ്ടപ്പം എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഇതെങ്ങനെ ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? എന്നെ കാണിച്ച ദർശനം എങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായത്? എങ്ങനെ? ഞാൻ 3 മാസം ആ ബൈബിൾ സ്റ്റഡിക്ക് അവിടെ കടന്നു വന്നിടയായി. ദൈവം എന്നെ കാണിച്ച വിഷയവും ഈ വിഷയവും കൂടി ഞാൻ നോക്കിയപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 18 വർഷം മുമ്പ് കണ്ട ദർശനം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നു. കാരണം ദൈവം നമ്മളൊരു വിഷൻ കാണിച്ചാൽ നമ്മൾ മരിക്കുന്നവരെ എന്തുകൊണ്ട് ദർശനം ഉള്ള ദൈവമക്കൾ അവിടെ ഇരിക്കുന്നത്.
നമ്മെ ദൈവം ഒരു ദർശനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ വേദപുസ്തകത്തെ ഓരോ കാര്യങ്ങളും വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്നോട് സംസാരിച്ച വാക്യങ്ങളെല്ലാം എനിക്കിപ്പോൾ കാണാതെ ചോദിച്ചാൽ എനിക്കറിയാം എവിടാന്നുള്ളതാണ്. കാരണം ദൈവം നമ്മളോടൊരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കൊടുക്കത്തില്ല, മറന്നു പോകത്തില്ല. ആമേൻ സ്തോത്രം. ഞാൻ ആ വിഷൻ ആമേൻ സ്തോത്രം ആ പാസ്റ്റർ പഠിപ്പിച്ച വചനം എല്ലാം ആരും കാണാതെ 3 മാസം അവിടെ എൻ്റെ ഹസ്ബൻഡ് പോലും അറിഞ്ഞില്ല. ഞാനും ഈ കുഞ്ഞിന് മോളോട് പറയാം, വീട്ടിൽ വരും പറയും, പപ്പായോട് പറയല്ലേ, ചർച്ചിൽ പോയെന്ന് പറയല്ലേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഈ വചനം എല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, I need to be changed. I'm not the right person. I'm a sinner. I need a savior. യേശു ക്രിസ്തുവിനെ രക്ഷകനായ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ 93 ഞാൻ ജനിച്ചു തന്നാന്ന് എൻ്റെ പേരൻസ് പറയുന്നത് കേൾക്കട്ടെ. പക്ഷേ I know when I am born again. I had that experience. അവൻ രക്ഷിക്കപ്പെട്ട ദിവസം I was crying. I don't know why I'm crying. I was crying 10-15 days all the way, day and night I was crying. ഞാൻ എന്തിനാ കരയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ സകല പാപങ്ങളും വാഷ് ഔട്ട് ചെയ്യുവാന്നുള്ള എനിക്ക് മനസ്സിലായി. ആമേൻ സ്തോത്രം. എൻ്റെ ഹൃദയത്തിന്റെ സകല ബേർഡനും ദൈവം എടുത്തു മാറ്റി. കുഞ്ഞിനെ കുറിച്ചുള്ള ഭാരമൊക്കെ ഇങ്ങോട്ട് പോകാൻ അറിയത്തില്ല. ആമേൻ. അങ്ങനെ 94 ഞാൻ ഈ വിഷയം രാജാണ്ട് പറയാനിടയായി. അദ്ദേഹം ഒരു പ്രാവശ്യം നിർബന്ധിച്ച് ചർച്ചിലോട്ട് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി. അന്നൊക്കെ ഞങ്ങൾ ചർച്ചിൽ കടന്നു ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം ചർച്ചിന്റെ സ്റ്റെപ്പ് കാല് ചവിട്ടുമ്പോൾ തന്നെ നമ്മൾ കരഞ്ഞുകൊണ്ട് ആ സ്റ്റെപ്പിലോട്ട് കയറി ചെല്ലുന്നത്. കാരണം വിശുദ്ധന്മാരുടെ കൂട്ടമാണ്, ആരാധിക്കുന്ന ദൈവജനങ്ങളുടെ കൂട്ടത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവി കടന്നു വന്നു കഴിഞ്ഞാൽ മാനസാന്തരപ്പെടും, പാപബോധം ഉണ്ടാകും. അവൻ കർത്താവിന്റെ ദാസൻ എൻ്റെ ഹസ്ബൻഡ് അവിടെ കടന്നു വന്നപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഈ മർത്തമ ചർച്ചിൽ പോകുന്നില്ല, ഒരൊറ്റ ആരാധനയ്ക്ക് വന്നതേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ഞങ്ങൾ 94 ഒന്നിച്ച് സ്നാനപ്പെടുവാനിടയായി. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന അയ്യോ എൻ്റെ കർത്താവിനെ എനിക്ക് നേരത്തെ അറിയാൻ പറ്റിയില്ല. എൻ്റെ ആയുസിന്റെ നല്ലൊരു പകുതിയും ആമേൻ 32ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ കണ്ടുമുട്ടുവാനിടയായി. എൻ്റെ കർത്താവ് എന്നെ നേരത്തെ എന്നെ സ്നേഹിച്ചത്. ലോകസ്ഥാപനത്തിന് മുൻപേ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ ആമേൻ ലോകത്തിന്റെ സൃഷ്ടിക്ക് മുൻപേ ക്രൂശിൽ ക്രിസ്തുവിൽ അവൻ എന്നെയും കണ്ടതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നിരാത്തിൽ സ്തോത്രം ചെയ്യുക. എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമുക്ക് അറിയാം. ദൈവസ്നേഹത്തിന്റെ ആമേൻ പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഏതാണ്ടൊരു പ്രകാശം ആമേൻ കർത്താവിൽ ദൈവത്തിൽ നിന്ന് കിട്ടിയതേ ഉള്ളൂ. ആ സ്നേഹത്തിലാണ് ഇത്രയും നാം ദൈവത്തെ കുറിച്ച് പറയുന്നെങ്കിൽ ഇത്രയോളം ആമേൻ സ്തോത്രം അനാദിയായ ദൈവത്തിന്റെ സ്നേഹത്തെ നാം നിത്യതയിൽ ചെന്നാലും ആമേൻ സ്തോത്രം നാം പഠിക്കത്തില്ല. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചും കർത്താവിന്റെ പ്രവൃത്തിയെ കുറിച്ചും അന്നേരവും നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത്ര വലിയ സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ കർത്താവിനെയാണ് സ്നേഹിക്കുന്നത്. ആമേൻ സ്തോത്രം. ഞങ്ങള് ആമേൻ സമയം സ്തോത്രം. ഞാൻ എൻ്റെ ആമേൻ സാക്ഷിയോട് ചിരിക്കട്ടെ. കർത്താവ് ഞങ്ങൾ എത്രത്തോളം നിലനിർത്തി. ഞാൻ 4 വർഷം ഫൈബ്രോമയാലജി ആയിട്ട് സുഖമില്ലാതെ തളർന്നു കിടന്ന വ്യക്തിയാണ്. ഞാൻ ഒരു സ്റ്റെപ്പ് ഞാൻ എഴുന്നേറ്റ് നടക്കും എന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചതല്ല. പക്ഷേ ഈ വചനം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച വചനങ്ങൾ, ദൈവശബ്ദങ്ങൾ എൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കുവാനും ആ വചനത്തെ കയറി പിടിക്കുവാനും ആമേൻ സ്തോത്രം ദൈവം പറഞ്ഞ വഴിയിൽ കൂടെ യാത്ര ചെയ്യുവാനും ജീവിതത്തിലെല്ലാം ആമേൻ തകർന്നു പോയാലും ദൈവത്തിൽ വായിക്കുന്ന പോലെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ ആമേൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സമൻ. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അവൻ ശക്തമായ കാറ്റുകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കും. ആമേൻ അതിന്റെ നടുവിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആഴത്തിൽ അടിസ്ഥാനമിടണം. ആമേൻ വചനത്തിനകത്ത് നാം അടിസ്ഥാനമിടണം. നമ്മുടെ വേരുകൾ വചനത്തിനകത്തോട്ട് ആമേൻ സ്തോത്രം പടർന്ന് പന്തലിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസഗോളത്തിൽ നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവകൃപയിൽ നിൽക്കണമോ ഈസി മിഡിൽ ഹൈ വായി ഇങ്ങനെ പറഞ്ഞു നമുക്ക് വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. നാം ചിന്തിക്കുന്ന പോലൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ അവസ്ഥകൾ എപ്പോഴും. കഴിഞ്ഞ വർഷം ഈ കുഞ്ഞിന്റെ കിഡ്നി രണ്ടും ഫെയിലായെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മാമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ അമ്മാമ്മയോടെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വന്നപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. കാരണം ഡോക്ടർ വന്ന് പറഞ്ഞ് കിഡ്നി രണ്ടും ഫെയിലായി. കിഡ്നി ഫെയിലായി കുഞ്ഞിനെ ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും എന്നറിയാതെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. അതിൻ്റെ കൂടെ ഫിക്സും ഉണ്ടായി. ആമേൻ സ്തോത്രം. ഞങ്ങൾ വീട്ടിൽ വന്ന ദൈവസന്നിധിയിൽ നെടുമ്പാട് കരയുവാൻ. ആമേൻ സ്തോത്രം. കർത്താവേ ആമേൻ ഞങ്ങൾക്ക് ഈ കഷ്ടതയിൽ നിൽപ്പാറുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ആമേൻ. ഞാൻ ഒരു പാട്ടിൻ്റെ അടി മാത്രം പാടിക്കൊണ്ടിരുന്നുള്ളൂ. അന്ന് കർത്താവിനിക്ക് തന്നൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് ചേർന്ന് പാടാം. പാരിടമാകവേ മാറിയിടും നേരവും ചാരിടാൻ തന്തിരു മാർവിടമാം
പാരിടമാകവേ മാറിയിടും നേരവും ചാരിടാൻ തന്തിരു മാർവിടമായി മാറാത്ത സ്നേഹിതൻ മാനുവേൽ തന്തിരു മാറിടം ചാരിടും ഞാൻ ദിനവും മാറാത്ത സ്നേഹിതൻ മാനുവേൽ തന്തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. അവൻ ഉച്ച സമയം 2 മണിയായപ്പം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഈ പാട്ട് തന്നു. ഞാൻ ഈ ഭൂമിയിലല്ലായിരുന്നു അന്ന്. സ്വർഗത്തിൽ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് എന്നെ ഉയർത്തിയിട്ട് ഈ പാട്ട് ഞാൻ ആത്മാവിൽ കിടന്ന് പാടി. ആമേൻ. 2 മണി കഴിഞ്ഞ് ഞാൻ പാട്ട് പാടി എഴുന്നേറ്റ് വന്നേച്ച് എൻ്റെ ആഴ്ചാണ്ട് ചോദിച്ചു, ഈ പാട്ട് എവിടെ, ഏത് പാട്ട് പുസ്തകം? 2-3 ആഴ്ച ഞാൻ ഈ പാട്ടും കൊണ്ട് നടന്നു. ആമേൻ, സ്തോത്രം. എൻ്റെ ദുഃഖം എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ഈ കുഞ്ഞിനെ ഓർത്ത് ഞാൻ അങ്ങനെ നിലവിളിക്കാറില്ല. കാരണം ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ലോകത്തിൽ ഒരു ശക്തിക്ക് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയത്തില്ല. ഒരു വാക്കുകൾക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആമേൻ, സ്തോത്രം. ഏലിയാവ് 40 രാവും 40 പകലും ആമേൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കൊണ്ടുകൊടുത്ത ആ അടയുടെയും ആ സ്തോത്രം വെള്ളത്തിന്റെയും ശക്തി കൊണ്ട്, ബലം കൊണ്ട് 40 രാവും 40 പകലും ഓരോളം യാത്ര ചെയ്യുന്നവർ. നമുക്ക് ഈ മരുഭൂമി യാത്രയിൽ, ഈ കഷ്ടത്തിന്റെ നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ നമുക്ക് ജീവിക്കുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് ആവശ്യം. ആ വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഇന്ന് രാത്രി തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും ആമേൻ, സ്തോത്രം, നാം ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്ന, ദൈവത്തിന്റെ ആ വചനത്തെ നാം പൂർണ്ണമായി അനുസരിക്കാതെ ആമേൻ ഇരിക്കുന്ന ഏതെങ്കിലും വശങ്ങളുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, ഗോഡ് ഹിയർ ആം ഐ. ആമേൻ. ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ ദേശത്തെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വി ആർ പ്രേയിങ് ഫോർ ദ റിവൈവൽ ഫോർ ദ യങ് ചിൽഡ്രൻ, യങ് ജനറേഷൻ. യോവേൽ പ്രവചനത്തിനകത്തൊരു വാക്യമുണ്ട്. ആമേൻ, സ്തോത്രം. അതിന്റെ 2-ാമത്തെ അധ്യായം ഞാൻ ഇവിടെ നിന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന വാക്യമാണ്. അതിന്റെ ശേഷമോ, യോവേൽ പ്രവചനം 2:28, ആമേൻ, സ്തോത്രം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലെ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഭാഷയായിട്ട് ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്ന പെന്തക്കോസ്ത് നാളിൽ അതിന്റെ ഒരു ചെറിയ ഭാഷയായിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ വരും ദിവസങ്ങളിൽ ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ തലമുറകളുടെ മേല്, നമ്മുടെ യങ് ജനറേഷന്റെ മേല്, പ്രായമുള്ളവരുടെ മേല്, യൗവനക്കാരുടെ മേല് പകരുവാൻ 2-ാം അധ്യായത്തിൽ വേറൊരു വാക്യം കിടക്കുന്നു. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കലേക്ക് തിരിയുന്നുവെങ്കിൽ തിരിയുവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിലവിളിയോടും കൂടെ ദൈവത്തിലേക്ക് തിരിയുമെങ്കിൽ ഈ തലമുറയിൽ നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. അവൻ ഞാനിത് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദേശത്തെ ഉണർവിന് വേണ്ടി ആമേൻ, സ്തോത്രം, സ്റ്റേറ്റുകൾ ദൈവം ഉണർത്തുവാൻ, അവൻ അമേരിക്കയെ ഉണർത്തുവാൻ, ആമേൻ, സ്തോത്രം, രാജ്യങ്ങളെ ഉണർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ദൈവം നമ്മളെല്ലാവരെയും, നമുക്കെല്ലാവർക്കും ആ ഒരു ഉണർവിന്റെ കാലത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ വൈറ്റ്സ് ആൾക്കാരും ബ്ലാക്സും സ്പാനിഷുകാരും എല്ലാ ആൾക്കാരും ആമൻ പ്രാർത്ഥനയുടെ, അവർക്ക് മനസ്സിലായി പ്രാർത്ഥനയുടെ ആവശ്യകത എന്തുവാണെന്ന് മനസ്സിലായി. ആമൻ ഈ ദിവസങ്ങൾ നമുക്ക് അതിനുവേണ്ടി ജാഗരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് കാര്യങ്ങളെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം വരുന്നു.